കവർ സ്റ്റോറി: വംശഹത്യക്കെതിരെ വിദ്യാർത്ഥികൾ തമ്പുകെട്ടുമ്പോൾ. ഫലസ്തീൻ വിമോചനം ഫലസ്തീനികൾക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ കാലഘട്ടത്തിലെ ചൂഷിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ എല്ലാ ജനവിഭാഗങ്ങളുടെയും വിമോചനമാണ് എന്ന ഫലസ്തീനിയൻ എഴുത്തുകാരൻ ഖസാൻ കനഫാനിയുടെ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് അമേരിക്കൻ സർവകലാശാലകളിൽ ആരംഭിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്ത സ്റ്റുഡൻസ് ഇൻതിഫാദ മൂവ്മെൻറ്റ്. ഗസയിലെ സയനിസ്റ്റ് വംശഹത്യക്കെതിരെ ഏപ്രിൽ മധ്യത്തോടെ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തുടക്കമിട്ട തമ്പടിക്കൽ പ്രക്ഷോഭം അമേരിക്കയിലെ തന്നെ 100ഓളം ക്യാമ്പസുകളിലും യൂറോപ്പിലെ വിവിധ സർവകലാശാലകളിലും ലോകത്തെ മറ്റിതര ഭാഗങ്ങളിലും തരംഗമായി മാറിയിരിക്കുന്നു. റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മാതൃകയാണ് എൻകാംപ്മെൻറ്റ് സമരത്തിൻ്റെ പ്രചോദനം. സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ അഥവാ SJP എന്ന കൂട്ടായ്മയും ജൂയിഷ് വോയിസ് ഫോർ പീസ് JVP എന്ന സയനിസ്റ്റ് വിരുദ്ധ സംഘടനയുമാണ് സമരങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതെഴുതുമ്പോൾ അമേരിക്കയിലെ 45 സംസ്ഥാനങ്ങളിലെ 130 കോളേജുകളിൽ സമരം വ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കക്ക് പുറത്ത് ആസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ, ബെൽജിയം, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ സർവകലാശാലകളിലും ഫലസ്തീനു വേണ്ടി വിദ്യാർത്ഥികൾ സമരമുഖത്താണ്. നിരവധി അമേരിക്കൻ സർവകലാശാലകൾ ബിരുദദാന ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് പല അമേരിക്കൻ സർവകലാശാലകളിലും മുമ്പ് നടന്ന സമരങ്ങളുമായി പല നിലക്കും സമാനതകളുണ്ട്. ഒന്നാം ലോകയുദ്ധം, അമേരിക്കയുടെ വിയറ്റ്നാം, ഇറാഖ് അധിനിവേശങ്ങൾ തുടങ്ങിയ സുപ്രധാന സൈനിക ഇടപെടലുകളുടെ കാലത്ത് US സർവകലാശാലകൾ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളുടെയും പ്രകടനങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി തുടങ്ങിയ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും യുദ്ധത്തിനും സൈനിക ഭീകരതയ്ക്കുമെതിരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ആയുധ നിർമ്മാണ സ്ഥാപനങ്ങളുമായുള്ള കൊളംബിയ സർവകലാശാലയുടെ ബന്ധത്തിനെതിരെ 60കളിൽ പ്രതിഷേധം ഉയരുകയുണ്ടായി. 1968 വിയറ്റ്നാമിലെ അധിനിവേശ കാലത്ത് 5 ക്യാമ്പസ് കെട്ടിടങ്ങൾ വിദ്യാർത്ഥികൾ കൈയടക്കുകയും സർവകലാശാല ഡീൻ ഹെൻറി കോൾമാനെ 36 മണിക്കൂറോളം ബന്ദിയാക്കുകയും ചെയ്തിരുന്നു. തന്ത്രങ്ങളിലും ആവിഷ്കാരങ്ങളിലും മാത്രമല്ല, സമരം മറ്റു സർവകലാശാലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിലും ഇപ്പോഴത്തെ ക്യാമ്പസ് പ്രതിഷേധങ്ങൾക്ക് 1968 വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി സമാനതകൾ കാണാം. കഴിഞ്ഞ കാലങ്ങളിലെ സമരങ്ങളെ ആഴത്തിൽ വിലയിരുത്തിയാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിട്ടുള്ളത്. അധികാര സ്ഥാപനങ്ങളുടെ കൊളോണിയൽ സാമ്രാജ്യത്വ നിലപാടുകളെയും വംശഹത്യക്ക് കുഴലൂത്ത് നടത്തുന്ന സമീപനങ്ങളെയും വെല്ലുവിളിച്ചാണ് സമരം മുന്നോട്ട് നീങ്ങുന്നത്. ഫലസ്തീനികളെ വംശഹത്യ നടത്തുന്ന സയനിസ്റ്റ് സംവിധാനങ്ങളുമായി ഏതെങ്കിലും നിലയിൽ ബന്ധം പുലർത്തുന്നവർ മനുഷ്യത്വ വിരുദ്ധരാണെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത കാലത്ത്, പ്രത്യേകിച്ചും 2020 കറുത്ത വർഗക്കാരനായ ജോർജ് ഫ്ലോയ്ഡിൻ്റെ നിഷ്ഠൂരമായ കൊലപാതകത്തെ തുടർന്ന് അമേരിക്കയിലുടനീളമുള്ള സർവകലാശാലകളിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി. കറുത്തവരോടും അരികുവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള പോലീസ് പക്ഷപാതിത്വങ്ങളെ ചോദ്യം ചെയ്തും വംശീയ അസമത്വം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടും ഈ പ്രസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ തങ്ങളുടെ സജീവ പങ്കാളിത്തം അടയാളപ്പെടുത്തിയിരുന്നു. സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധതയും ക്യാമ്പസിനകത്തും പുറത്തും വംശീയത, അസമത്വം, അനീതി തുടങ്ങിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള സന്നദ്ധതയുമാണ് US സർവകലാശാലകളിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ ഇടപെടലുകളുടെ സവിശേഷത. പ്രതിഷേധങ്ങൾ ഫലം കാണുന്നു. ഫലസ്തീൻ്റെ വിമോചനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലും അമേരിക്കൻ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഗസക്കു നേരെയുള്ള ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ 2023 ഒക്ടോബർ മുതൽ തന്നെ സർവകലാശാലകളിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു. ഇസ്രായേലിനുള്ള അമേരിക്കയുടെ സൈനിക സഹായം നിർത്തുക, ഗസക്കെതിരായ സയനിസ്റ്റ് വംശഹത്യ തടയുക, അധിനിവേശ വെസ്റ്റ് ബാങ്കിനുമേലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. ആയിരക്കണക്കിന് ജൂത വിദ്യാർത്ഥികളും സംഘടനകളും സമരങ്ങളുടെ ആദ്യഘട്ടത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. 1996 ബെർക്ക്ലി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപം കൊടുത്ത JVP എന്ന സംഘടന ജൂത വിദ്യാർത്ഥികളെ മുൻനിർത്തിയുള്ള പ്രതിഷേധങ്ങൾക്കും പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകുകയുണ്ടായി. കൊളംബിയ സർവകലാശാലയിൽ എൻകാംപ്മെൻറ്റ് ശൈലിയിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു.
US-ലും പുറത്തുമായി 150ഓളം സർവകലാശാലകളിലേക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എൻകാമ്പമെൻറ്റുകൾ പീപ്പിൾ യൂണിവേഴ്സിറ്റി ഫോർ ഗസ എന്ന പേരിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആയുധ നിർമ്മാണ കമ്പനികൾ, യുദ്ധത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഇസ്രായേൽ കമ്പനികൾ എന്നിവയിലെ മുഴുവൻ നിക്ഷേപങ്ങളും പിൻവലിക്കുക, സർവകലാശാല ഭരണകാര്യ വകുപ്പുകൾ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വെളിപ്പെടുത്തുക എന്നിവയാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഫലസ്തീൻ നേതൃത്വത്തിലുള്ള BDS പ്രസ്ഥാനത്തിന് അഥവാ ബോയ്ക്കോട്ട്, ഡൈവസ്റ്റ്മെൻറ്റ് ആൻഡ് സാങ്ഷൻസ് മൂവ്മെൻറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദ്യാർത്ഥി സംഘടനകളിലും ഫാക്കൽറ്റി ഗ്രൂപ്പുകളിലും സ്വീകാര്യതയുണ്ട്. സർവകലാശാലകൾക്കെതിരെയുള്ള ഡൈവസ്റ്റ്മെൻറ്റ് മൂവ്മെൻറ്റുകൾ വിജയിച്ച ചരിത്രവുമുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന ഭരണകൂടത്തിൽ നിന്ന് നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് 1985 കൊളംബിയ സർവകലാശാലയിൽ കറുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ ഉദാഹരണം. അന്ന് വിദ്യാർത്ഥികൾ ഹാമിൽട്ടൺ കെട്ടിടത്തിൻ്റെ വാതിലുകൾ ചങ്ങലയിട്ട് അടച്ച് 1 മാസത്തോളം പ്രവേശന കവാടം തടഞ്ഞു. പോരാട്ടങ്ങളുടെ ഫലമായി അതേ വർഷം ദക്ഷിണാഫ്രിക്കയെ പിന്തുണക്കുന്ന കമ്പനികളിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുന്ന ആദ്യത്തെ ഐവി ലീഗ് സ്കൂളായി കൊളംബിയ മാറി. ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിൻ്റെ വർണ്ണവിവേചന വ്യവസ്ഥയെ തകർക്കുന്നതുവരെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വലിയ ആഗോള നിക്ഷേപ നിഷേധ പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പോരാട്ടങ്ങൾ. ഇത്തവണയും കൊളംബിയ സർവകലാശാലയിലെ ഹാമിൽട്ടൺ കെട്ടിടം വാർത്തകളിൽ സ്ഥാനം പിടിച്ചു. ഏപ്രിൽ 6 ഹാമിൽട്ടൺ ഹാൾ കയ്യേറിയ വിദ്യാർത്ഥികൾ ഫലസ്തീൻ പോരാട്ടത്തിൻ്റെ പ്രതീകമായ ഹിന്ദ് റജബ് എന്ന 6 വയസ്സുകാരി രക്തസാക്ഷിയുടെ പേരെഴുതിയ ബാനർ അവിടെ ഉയർത്തുകയുണ്ടായി. പ്രതിഷേധങ്ങൾ ഫലം കാണുന്നതിൻ്റെ ആദ്യ സൂചനകളും വന്നു തുടങ്ങി. ഇസ്രായേലുമായി ബന്ധമുള്ള കമ്പനികളിലെ നിക്ഷേപം പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയും ബ്രൗൺ സർവകലാശാലയും വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടങ്ങളിലെ സമരങ്ങൾ പിൻവലിച്ചേക്കും. ഇതിനു പിന്നാലെ എവർഗ്രീൻ സ്റ്റേറ്റ്സ് കോളേജും സമാനമായ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. റഫേൽ ഇസ്രായേൽ ബുൾഡോസർ കയറ്റിക്കൊന്ന സമാധാന പ്രവർത്തക റേച്ചൽ കോറി പഠിച്ച സ്ഥാപനമാണിത്. ഇസ്രായേൽ സർവകലാശാലകളുടെയും സ്ഥാപനങ്ങളുടെയും ആഗോള അക്കാദമിക ബഹിഷ്കരണമാണ് ഡൈവസ്റ്റ്മെൻറ്റിന് പുറമെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. തെൽ അവീവ് യൂണിവേഴ്സിറ്റി, ടെക്നിയൻ ഇസ്രായേൽ യൂണിവേഴ്സിറ്റി, ജെറൂസലേമിലെ ഹിബ്രു യൂണിവേഴ്സിറ്റി എന്നിവയുമായുള്ള ബന്ധം വിച്ഛേദിക്കുക, ഗസയിലെ വംശഹത്യയെയും അവിടുത്തെ അക്കാദമിഷ്യരെ കൊല ചെയ്തതിനെയും പരസ്യമായി അപലപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. വെല്ലുവിളികളും തിരിച്ചടികളും. സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ, ജൂയിഷ് വോയ്സ് ഫോർ പീസ്, സ്റ്റുഡൻറ് കോalition അഗെയിൻസ്റ്റ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ, ഫലസ്തീനിയൻ യൂത്ത് മൂവ്മെൻറ്റ്, മുസ്ലിം സ്റ്റുഡൻറ് അസോസിയേഷൻസ് തുടങ്ങി 100ഓളം വിദ്യാർത്ഥി സംഘടനകളുടെ സഖ്യമാണ് സ്റ്റുഡൻറ് ഇന്തിഫാദയുടെ നേതൃത്വം വഹിക്കുന്നത്. വിഭവശേഷി കുറഞ്ഞവരും പരിമിതമായ ഫണ്ടിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ഫലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികളും സംഘടനകളും. യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ചരിത്രമുള്ള കൊളംബിയയിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ, മറ്റു സർവകലാശാലകളിലേക്ക് വിപ്ലവം വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. വംശഹത്യ തുടങ്ങി 2ാമത്തെ ആഴ്ച തന്നെ സർവകലാശാലയ്ക്കെതിരെ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ വിദ്യാർത്ഥിയും മുസ്ലിം സ്റ്റുഡൻസ് യൂണിയൻ വൈസ് പ്രസിഡന്റുമായ ഹിഷാം പറയുന്നത്. സർവകലാശാലയിലെ അസ്ന തബസ്സും എന്ന മുസ്ലിം വിദ്യാർത്ഥിനിയുടെ വാലിഡിക്ടറി സ്പീച്ച് സെമിറ്റിക് വിരുദ്ധം എന്നാരോപിച്ച് റദ്ദാക്കുകയുണ്ടായി. സയനിസ്റ്റ് ലോബിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണിത്. സർവകലാശാലയിലെ ഇസ്ലാമോഫോബിയ ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ ഉയർന്ന വ്യാപകമായ പ്രതിഷേധം ക്യാമ്പസുകളിലെ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അറബ് മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതും അധികൃതർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാനറി മിഷൻ എന്ന വെബ്സൈറ്റ് ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനങ്ങളുടെ ഭാഗമായ വിദ്യാർത്ഥികളുടെയും ഫാക്കൽറ്റികളുടെയും പേരുകളും വിശദാംശങ്ങളും നൽകുകയും അവർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തങ്ങളുടെ കരിയർ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട്. ഫലസ്തീൻ അനുകൂല ആക്ടിവിസം സെമിറ്റിക് വിരുദ്ധമാണെന്ന ഇസ്രായേൽ അനുകൂല വിദ്യാർത്ഥികളുടെ പ്രചാരണത്തിന് സയനിസ്റ്റ് മുതലാളിമാരും ക്യാമ്പസ് ഹില്ലലുകളും മുഖ്യധാരാ മാധ്യമങ്ങളും നിർബാധം സഹായം നൽകുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭം 3 ആഴ്ച പിന്നിടുമ്പോൾ സയനിസ്റ്റ് ലോബികളിൽ നിന്നുള്ള ആക്രമണങ്ങളും സർവകലാശാല അധികൃതരിൽ നിന്നുള്ള സസ്പെൻഷനുകളും വർദ്ധിച്ചിരിക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ വ്യാപകമാണ്. ഇതിനകം 2500-ലേറെ വിദ്യാർത്ഥികളും അധ്യാപകരും അറസ്റ്റ് ചെയ്യപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി പേർക്ക് പോലീസ് നടപടികളിൽ പരിക്കേറ്റു.
ലോസ് ആഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിൽ സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ മെയ് 1 ബാറ്റണുകളുമായി പോലീസ് നടത്തിയ റെയ്ഡ് സംഘർഷത്തിലാണ് കലാശിച്ചത്. ക്യാമ്പസുകളിലെ ആക്രമണങ്ങൾ ഭരണകൂടവും സയനിസ്റ്റ് പ്രക്ഷോഭകരും ചേർന്ന് നടത്തുന്നതാണ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്നതിനെ ന്യായീകരിക്കാൻ അവരെ അക്രമാസക്തരും സെമിറ്റിക് വിരുദ്ധരുമായി ചിത്രീകരിക്കാനാണ് മുഖ്യധാര US മാധ്യമങ്ങളും വംശഹത്യ അനുകൂല രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നത്. ടെക്സസ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണകൂടം നേരിട്ടാണ് വിദ്യാർത്ഥി സമരങ്ങളെ തകർക്കാൻ രംഗത്തുള്ളത്. തീവ്ര വലതുപക്ഷത്തിനു സ്വാധീനമുള്ള ടെക്സസിലെ സർവകലാശാല ക്യാമ്പസിനകത്ത് കടന്ന് സമരക്കാരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ഗവർണർ ഗ്രെഗ് ആബറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ സെമിറ്റിക് വിരുദ്ധമെന്നാണ് ഗവർണർ വിശേഷിപ്പിച്ചത്. ഓസ്റ്റിനിലെ ക്യാമ്പസിൽ സമരക്കാർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗവുമുണ്ടായി. ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്ന കമ്പനികളുമായി സർക്കാർ സ്ഥാപനങ്ങൾ ബിസിനസ് നടത്തുന്നത് നിരോധിക്കുന്ന നിയമം 2017 പാസാക്കിയ സംസ്ഥാനമാണ് ടെക്സസ്. അന്നു മുതൽ നിയമം ശക്തമായി നടപ്പാക്കി വരുന്നു. ഐക്യദാർഢ്യവും പ്രതീക്ഷകളും. അറസ്റ്റുകൾക്കും മർദ്ദനങ്ങൾക്കും ഇരയാകുമ്പോഴും പ്രക്ഷോഭങ്ങൾ ശക്തിയാർജിക്കുകയാണ്. മാതാപിതാക്കൾ, യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്ന ക്യാമ്പസ് അലുമിനികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, സാധാരണ ജനങ്ങൾ എന്നിവരിൽ നിന്നെല്ലാം വിദ്യാർത്ഥികൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്ക് ഗസയിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. എൻകാമ്പുമെൻറ്റുകൾ പ്രതീക്ഷയാണെന്നും റഫേലെ ബോംബിംഗ് അതിശക്തമായി തുടരുമ്പോൾ തങ്ങൾക്കു വേണ്ടി ഇനിയും പലതും ചെയ്യാൻ കഴിയുമെന്നും സമരത്തിൻ്റെ ലക്ഷ്യം ഉയർത്തിപ്പിടിക്കണമെന്നുമാണ് ഫലസ്തീനിയൻ മാധ്യമപ്രവർത്തക ഹിന്ദ് കൗസരി പ്രതികരിച്ചത്. ഗസയിലെ ടെൻറ്റുകളിൽ അമേരിക്കൻ വിദ്യാർത്ഥികളോട് നന്ദി പറയുന്ന ബാനറുകൾ പോലും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ട ജനതയോടുള്ള ഐക്യദാർഢ്യം മാത്രമല്ല, അമേരിക്കയുടെ വിദേശ നയത്തിലെ ഇരട്ടത്താപ്പിലും സയനിസ്റ്റ് ഭരണകൂടത്തിന് നൽകിവരുന്ന സൈനിക സഹായത്തിലും ജനങ്ങൾക്കുള്ള കടുത്ത അതൃപ്തി കൂടിയാണ് വെളിവാക്കപ്പെടുന്നത്. ശക്തമായ ലോബികളുടെയും സ്ഥാപനങ്ങളുടെയും അധീശത്വത്തിനു മുന്നിൽ നീതിക്കു വേണ്ടി വാദിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികളാണ് പ്രതിഷേധങ്ങൾക്കു നേരെയുള്ള അടിച്ചമർത്തൽ നടപടികൾ അടിവരയിടുന്നത്. എന്നിരുന്നാലും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പിന്തുണയും വിദ്യാർത്ഥികളുടെ ഉറച്ച പ്രതിബദ്ധതയും ഫലസ്തീനിനു വേണ്ടിയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. എറണാകുളം വൈപ്പിൻ സ്വദേശിയായ ഷബാസ് ഫാത്തിമ ഇപ്പോൾ കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഹെൽത്ത് അതോറിറ്റിയിൽ സാമൂഹിക പ്രവർത്തകയായി ജോലി ചെയ്യുന്നു. സദേൺ കാലിഫോർണിയ സർവകലാശാലയിലെ 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ഹിഷാം അഹമ്മദ് അൻവർ.